സംസ്ഥാന വ്യാപകമായി കോടികൾ വെട്ടിച്ച പാതിവില തട്ടിപ്പിൽ കൂടുതൽ വിഐപികളും പ്രമുഖരും പ്രതിപട്ടികയിലേക്ക് എത്തുകയാണ്. ആനന്ദകുമാറും അനന്തകൃഷ്ണയും പ്രതികളായ കേസിൽ റിട്ടയർഡ് ജഡ്ജിയായ CN രാമചന്ദ്രൻ നായരെ മൂന്നാം പ്രതിയാക്കിയാണ് വഞ്ചനാ കുറ്റത്തിന് മലപ്പുറം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ അങ്ങാടിപ്പുറം KSSന്റെ പ്രസിഡന്റ് നൽകിയ പരാതിയിലാണ് കേസ്. അഡ്വൈസറായിരുന്ന താൻ സ്ഥാനം ഒഴിഞ്ഞിരുന്നെന്നും കേസ് മുനമ്പം കമ്മീഷനെ അട്ടിമറിക്കാനാണെന്ന് സംശയമുണ്ടെന്നും CN രാമചന്ദ്രൻ നായർ പ്രതികരിച്ചു. ഞാൻ രക്ഷാധികാരിയാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തതാണ്. ആ കേസ് അതുപോലെ തന്നെ പോലീസ് അക്സെപ്റ്റ് ചെയ്താണ് FIRൽ പേരിട്ടേക്കണേ. ഒരു പ്രിലിമിനറി എൻക്വയറി പോലും നടത്താതെയാണ് FIRൽ പേര് ചേർക്കണേ. അതിനെന്താ? അതാണ് നമ്മുടെ വ്യവസ്ഥിതി എങ്കിൽ, പോലീസിന്റെ നിലവാരം അതാണെങ്കിൽ എന്താ എനിക്ക് പറയാനുള്ളൂ? എനിക്കൊന്നും പറയാനില്ല. ഇതിന്റെ അടിയൊഴുക്ക് വല്ല മുനമ്പോ ഉദ്ദേശമാണോ എന്ന് എനിക്കറിയില്ല. ഇതിനിടെ ഗുരുതര വെളിപ്പെടുത്തലുമായി കണ്ണൂർ കേസിലെ 7ാം പ്രതിയായ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് രംഗത്തു വന്നു. നവകേരള സദസ്സിന് അനന്തു 7 ലക്ഷം രൂപ നൽകിയെന്നും DIGയെ കാണാൻ അനന്തുവിനെ സഹായിച്ചത് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സെക്രട്ടറി KM എബ്രഹാമാണെന്നും ലാലി പറയുന്നു. ആനന്ദകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ച ലാലി അനന്തുവിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റിയ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരിച്ചു. ചീഫ് സെക്രട്ടറി ആയിരുന്ന എബ്രഹാമിന്റെ ബന്ധു ബേബി അങ്ങേരുടെ സംഘടനയ്ക്ക് കോടികളുടെ ബിസിനസ്സാണ് പോയിട്ടുള്ളത്. അതേപോലെ ഒരു കൊച്ചനിയൻ എന്ന് വിളിക്കുന്ന ഒരു ജോൺ ഉണ്ട്, മാർക്സിസ്റ്റുകാരൻ, ഇവരുടെ ട്രസ്റ്റിന്റെ മെമ്പറാണ്. അങ്ങനെ ഒരുപാട് പേര് ഇതിന്റെ അകത്തുണ്ട്. ആനന്ദകുമാറിന് അക്കൗണ്ട് വഴി പൈസ കൊടുത്തിട്ടുണ്ട്. ആനന്ദകുമാർ രക്ഷപ്പെടാൻ പറ്റൂല. അതിനിടെ സമാനതകളില്ലാത്ത സംസ്ഥാന വ്യാപക തട്ടിപ്പാണെന്ന് ബോധ്യമായതോടെ ക്രൈംബ്രാഞ്ചിനെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാനാണ് സർക്കാർ തീരുമാനം. ADGPമാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അനന്തുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതുവഴി നിർണായക വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ബിനാമികൾ വഴിയാണ് പല രാഷ്ട്രീയ നേതാക്കളും അനന്തുവിൽ നിന്ന് പണം വാങ്ങിയതെന്നാണ് വിവരം. തട്ടിപ്പിൽ അനന്തുവിനൊപ്പം സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ഡയറക്ടർ ആനന്ദകുമാർ മൂവാറ്റുപുഴ കേസിൽ മുഖ്യപ്രതിയാവും. അനന്തുവിന്റെ സഹായികൾ ഫ്ളാറ്റിൽ നിന്ന് കടത്തിയ രേഖകൾ പോലീസ് കണ്ടെടുത്തു. തട്ടിച്ച പണം ഉപയോഗിച്ച് വാങ്ങിക്കൂട്ടിയ ഭൂമി കണ്ടുകെട്ടാനും നടപടി ആരംഭിച്ചു. അക്കൗണ്ടിൽ ബാക്കിയുള്ള 4.25 കോടി രൂപയും കണ്ടുകെട്ടും. തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ വെളിവാകുന്ന വിവരങ്ങളാണ് ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. പ്രമുഖരുടെ പങ്കാളിത്തം സംബന്ധിച്ച ആരോപണങ്ങളും ഏറുകയാണ്. അനന്തുവിൽ നിന്ന് പണം കൈപ്പറ്റിയ എല്ലാവരെയും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. കൂടുതൽ പേർ പ്രതികളാകുമെന്ന് തീർച്ച. യെസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.